Good morning, all. Good morning, ma'am. Morning. Good morning, ma'am. Good morning, ma'am. Morning. മഴയൊക്കെ കുറഞ്ഞോ? എങ്ങനെയുണ്ട് എല്ലാവരുടെ? കുറവുണ്ടല്ലേ? ഷിബിത, നല്ല മഴയാണ്. പറഞ്ഞു. നമ്മ വാർഡാണല്ലേ എടുത്തിരുന്നത്. അത് കംപ്ലീറ്റ് ആയിരുന്നോ വാർഡ്? ഹലോ, ഓക്കെ. നമ്മ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ മുതലല്ല ഇനി എടുക്കാനുള്ളത്. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി, അത് പറഞ്ഞതല്ലേ വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, നമ്മൾ എടുത്തേക്കണ ഭാഗം വരെ ക്ലിയർ അല്ലേ? വാർഡില് ഇത്രയും പോർഷൻസ്. ഓക്കെ, നമുക്കപ്പോ കണ്ടിന്യൂ തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. എന്താണ് കുറച്ചു പേര് ജോയിൻ ചെയ്തിട്ടുള്ളല്ലോ. ഓക്കെ, നെക്സ്റ്റ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ് ഓർ ഫ്ലോർ മാനേജർ. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സിന്റെ അതല്ലെങ്കിൽ ഫ്ലോർ മാനേജർ, വാർഡിലെ ഫ്ലോർ മാനേജറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? സോറി അതെടുത്തതാണ്. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആരാണ്? ആളുടെ ജോബ് റോൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് സെക്ഷൻ. ഫസ്റ്റ്, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. Patient relation officer are responsible for managing the relationship between healthcare providers and patients. എന്താണ് patient relation officer എന്ന് പറഞ്ഞാൽ? എന്ത് ചെയ്യുക? പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ, ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ അത് ആരൊക്കെയായിരിക്കും? ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നഴ്സസ്, ഡോക്ടേഴ്സ്, പിന്നെ ഫാർമസി സ്റ്റാഫുകള്, ലാബിലെ ലബോറട്ടറി സ്റ്റാഫ്, എംഎൽടി ടെക്നീഷ്യൻസ് ഒക്കെയാണ് അല്ലെ. അപ്പൊ അവരുടെ ഇടയിലും പേഷ്യൻസിന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? മാനേജ് ചെയ്ത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടി. നെക്സ്റ്റ്, ദേ വർക്ക് വിത്ത് doctors, nurses, hospitals, pharmaceutical companies, etc. to make sure that all parties involved in a patient care pleased with their experience. എന്താണ്? രോഗി പരിചരണത്തിൽ, അതായത് പേഷ്യന്റ് കെയറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടേഴ്സിന്റെ, നഴ്സസിന്റെ, അതല്ല ഹോസ്പിറ്റലിലെ മറ്റുള്ള സ്റ്റാഫുകളുടെ, പിന്നെ ഫാർമസിയിലെ മരുന്നുകൾ ലഭ്യമാക്കുന്ന കമ്പനീസ്, അവർക്കൊക്കെ എന്താണ്? അവരുടെ എക്സ്പീരിയൻസിൽ, ഹോസ്പിറ്റലുമായുള്ള എക്സ്പീരിയൻസിൽ അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന്, സംതൃപ്തരാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നതുകൂടി എന്താണ്? പേഷ്യന്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാല് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളും പേഷ്യൻസും തമ്മിൽ ഒരു ഗുഡ് റിലേഷൻഷിപ്പ്, ഒരു നല്ല റിലേഷൻഷിപ്പ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളാണ്. കൂടാതെ
ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, നഴ്സസ്, ഹോസ്പിറ്റലിന്റെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലുള്ള സ്റ്റാഫുകള്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികള്, അവർ ഈ ഹോസ്പിറ്റലുമായിട്ടുള്ള പ്രവർത്തനത്തിൽ എന്താണ് തൃപ്തരാണോ സംതൃപ്തരാണോ എന്നുള്ള കാര്യം കൂടി ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഉറപ്പുവരുത്തണം. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? നെക്സ്റ്റ്, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ജോബ് ഡ്യൂട്ടീസ്. പേഷ്യന്റ് റിലേഷൻ ഓഫീസറുടെ ജോബ് ഡ്യൂട്ടീസ് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ജോലികളാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്ക് ഉള്ളത്? എ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ മാനേജർ ടിപ്പിക്കലി ഹാസ് എൻ എക്സ്പെൻസീവ് റേഞ്ച് ഓഫ് റെസ്പോൺസിബിലിറ്റി വിത്ത് ഇൻക്ലൂഡ് എന്താണ് നല്ല രീതിയിലുള്ള ഒരു ഉത്തരവാദിത്തം ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്ക് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണ്? എൻഷുറിംഗ് ദാറ്റ് പേഷ്യന്റ് ആർ കംഫർട്ടബിൾ ഡ്യൂറിംഗ് ദെയർ വിസിറ്റ് ബൈ ഗ്രീറ്റിംഗ് ദം വാംലി. എന്താണ് പേഷ്യന്റിന്റെ വിസിറ്റിംഗ് ടൈമുകൾ അവർക്ക് സുഖകരമാണ്, അവര് നല്ല വാംത് ആയിട്ടുള്ള ഗ്രീറ്റിംഗ്, നല്ല രീതിയിലുള്ള വെൽക്കമിങ് കിട്ടുന്നുണ്ടോ എന്ന കാര്യങ്ങൾ എന്താണ് ഉറപ്പുവരുത്തുക. നല്ല രീതിയിലുള്ള സ്വീകരണം ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മേക്ക് ഷുവർ ദാറ്റ് പേഷ്യൻസ് ആർ അവെയർ ഓഫ് എനി ചേഞ്ചസ് ഇൻ ദയർ ട്രീറ്റ്മെന്റ് പ്ലാൻസ് ഓർ മെഡിക്കൽ കണ്ടീഷൻ ആൻഡ് ഇൻഫോമിംഗ് ദം എനി ഇമിനന്റ് അപ്പോയിന്റ്മെന്റ്. എന്താണ് എന്താണ് ഈ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിലോ ചികിത്സയിലോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാൻസിലോ അതല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസിലോ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ വിവരം എന്താണ് ഈ പേഷ്യന്റിനെ അറിയിക്കണം. കൂടാതെ ഇൻഫോമിംഗ് ദം ഓഫ് എനി ഇമിനന്റ് അപ്പോയിന്റ്മെന്റ്, ഏതെങ്കിലും അപ്പോയിന്റ്മെന്റ്, ഏതെങ്കിലും റെഫറൽ ഡോക്ടേഴ്സിനുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടി ഈ പേഷ്യന്റിനെ അറിയിക്കുക. ഈ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിൽ വരുന്ന ചേഞ്ചസ്, അതല്ല ഇവരുടെ കണ്ടീഷൻസിൽ എന്തെങ്കിലും ഫോർമാലിറ്റീസോ വേറെ എന്തെങ്കിലും ഇതിൽ വരുന്ന കണ്ടീഷൻസ്, കൂടാതെ ഇവര് വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ ഇമിനന്റ് എന്ന് വെച്ചാൽ വേറെ ആസന്നമായ വേറെ ഏതെങ്കിലും അപ്പോയിന്റ്മെന്റ്, ഏതെങ്കിലും റെഫറൽ ഡോക്ടേഴ്സിനുള്ള അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കണമെങ്കിൽ അതൊക്കെ എന്താണ് ഈ പേഷ്യൻസിനെ അറിയിക്കുക. നെക്സ്റ്റ്, അറേഞ്ചിങ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ടു ഫ്രം അപ്പോയിന്റ്മെന്റ്സ് ആസ് നീഡഡ്. എന്താണ് വേറെ ഏതെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് വേറെ എവിടെയെങ്കിലും പോകുന്നതിന് കൂടിക്കാഴ്ചകൾക്ക് ഗതാഗത സൗകര്യം, ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമുണ്ട്, വല്ല ആംബുലൻസ് സർവീസോ അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെന്താ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പ്രൊവൈഡിങ് ഇമോഷണൽ ബാക്കപ്പ് ടു പേഷ്യൻസ് ഇൻക്ലൂഡിംഗ് ആൻസറിംഗ് പേഷ്യന്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓഫറിംഗ് റെഷുറൻസ്. എന്താണ് പേഷ്യൻസിന് അവർക്കുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയാനുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിനെ എന്തെങ്കിലും കുറിച്ച് അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ എന്തെങ്കിലും പോളിസീസിനെ കുറിച്ചോ അങ്ങനെയുള്ള എന്തെങ്കിലിനെ കുറിച്ച് അറിയേണ്ടതുണ്ടെങ്കിൽ എന്താണ് അത് പറഞ്ഞു കൊടുക്കുക. ഇമോഷണൽ ബാക്കപ്പ് പേഷ്യൻസ്. നെക്സ്റ്റ്, കോർഡിനേറ്റിംഗ് വിത്ത് ഫിസിഷ്യൻസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് to make sure that all needs are met during patient's visit. എന്താണ് പേഷ്യൻസിന്റെ വിസിറ്റില് ഹോസ്പിറ്റലിലേക്ക് കൂടിക്കാഴ്ചക്ക് വേണ്ടി വരുന്ന സമയത്ത് ഫിസിഷ്യൻസ് ആൻഡ് അതർ ഡോക്ടേഴ്സ്, ഹോസ്പിറ്റലിലെ ഫിസിഷ്യന്റെ ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് മേക്ക് sure that all needs are met during patient's visit. എന്താണ് പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വിസിറ്റിന് കൂടിക്കാഴ്ചക്ക് വരുമ്പോ ഫിസിഷ്യന്റെയും പിന്നെ അതുകൂടാതെ മറ്റുള്ള അതർ ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് വേറെ ഏതെങ്കിലും ലാബുകളോ സ്കാനിങ് സെക്ഷൻ അങ്ങനെ ഏത് സെക്ഷനിലുള്ള ഇതാണെങ്കിലും ഈ രോഗിയുടെ നീഡ് ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതും കൂടി ഇവര് ഉറപ്പുവരുത്തുക. Next, maintaining exact record of patient meeting with the physician, nurses and other staff members. എന്താണ് ഈ പേഷ്യൻസിനെ എക്സാക്ട് ആയിട്ടുള്ള കൃത്യമായ മെഡിക്കൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, സൂക്ഷിച്ചു കൊണ്ടുപോകുക. ഫിസിഷ്യന്റെ അത്, നഴ്സിന്റെ, പിന്നെ എന്തെങ്കിലും അതർ സ്റ്റാഫ് മെമ്പേഴ്സ് വേറെ ഏതെങ്കിലും റിസൾട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക.
setting patients complaints concern and question about treatment plans diagnosis എന്താണ് രോഗനിർണയം നടത്തുമ്പോഴുള്ളത് അതല്ലെങ്കിൽ പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് അതല്ലെങ്കിൽ എന്തെങ്കിലും ആശങ്കകൾ കൺസേൺ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അതെന്താണ് അതിനുള്ള ആൻസറിങ് മറുപടികള് അതിന് അവർക്ക് എന്താണ് കൃത്യമായ ഇൻഫർമേഷൻസ് ആ പേഷ്യന്റിന് നൽകുക. Making patient aware of health services and facilities available for patients at hospital. ആ ഹോസ്പിറ്റലില് ലഭ്യമായിട്ടുള്ള ഹെൽത്ത് സർവീസസും പോളിസീസും പദ്ധതികളെ കുറിച്ച് എന്താണ് പേഷ്യന്റിന് ഒരു അവയർനെസ് ഒരു അറിവ് കൊടുക്കുക. എന്തൊക്കെ പദ്ധതികളാണ് ഹോസ്പിറ്റലിലുള്ളത്, എന്തൊക്കെ ഹെൽത്ത് സർവീസുകൾ, എന്തൊക്കെ രീതിയിലുള്ള സ്പെഷ്യലൈസേഷൻ ആയിട്ടുള്ള ഡോക്ടേഴ്സ്, എന്തൊക്കെ സർവീസുകളൊക്കെ ആ ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു അറിവ് ആ പേഷ്യന്റിന് കൊടുക്കുക. ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് കൺവേ കംപ്ലൈന്റ്സ് ഓർ പ്രോബ്ലംസ് ടു അപ്രോപ്രിയേറ്റ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഹോസ്പിറ്റൽ. ഇൻവെസ്റ്റിഗേറ്റ് എന്താണ് ഏതെങ്കിലും investigate and convey complaints or problem to appropriate head department of the hospital. എന്താണ് ഏതെങ്കിലും ഒരു സെക്ഷനുമായി എന്താണ് എല്ലാം നമ്മൾ പഠിച്ചില്ലേ ആദ്യം ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തുണ്ടാവും ഒരു HOD ഉണ്ടാവും അല്ലെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസോ കംപ്ലൈന്റ്സോ ഉണ്ടോ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. കൂടാതെ അത് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഹെഡിനെ അറിയിക്കുകയും കൂടി ചെയ്യുക. അന്വേഷിക്കുകയും ചെയ്യുക. കൂടാതെ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും കംപ്ലൈന്റ്സോ ഈ പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെ HOD-നെ കണ്ടിട്ട് അതിന്റെ വിവരം അറിയിക്കുക. Assist in setting conflicts and act as an intermediary between patients, families and staff. എന്ത് ചെയ്യുക ഈ പേഷ്യൻസും ഫാമിലീസും ഈ സ്റ്റാഫുകളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു അസിസ്റ്റന്റായി അവരുടെ ആ കോൺഫ്ലിക്ട്സ് തർക്കങ്ങൾ മാറ്റുന്നതിനുള്ള ഒരു മീഡിയേറ്ററായി വർക്ക് ചെയ്യുക. നെക്സ്റ്റ് കളക്ട് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് പേഷ്യൻസ് ഫീഡ്ബാക്ക് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻ അപ്രോപ്രിയേറ്റ്. എന്താണ് ഈ പേഷ്യന്റിന്റെ അടുത്ത് നിന്ന് എന്താണ് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ അറിഞ്ഞതിന് ശേഷം അറിയുക. Next, explaining policies, procedures or services to unknown patient by using medical administrative knowledge. എന്താണ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് അറിവ് ഉപയോഗിച്ചിട്ട് ആ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് ഉപയോഗിച്ചിട്ട് അതുമായി ഈ വരുന്ന പേഷ്യൻസിൽ ആർക്കെങ്കിലും ഈ ഹോസ്പിറ്റലിലെ പോളിസീസിനെ കുറിച്ചോ അവരുടെ പ്രൊസീജിയർ നടപടിക്രമങ്ങളെ കുറിച്ചോ അതല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ലഭ്യമായ സർവീസുകളെ കുറിച്ചോ അറിയാത്ത പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുക. മോണിറ്ററിംഗ് ആൻഡ് അനലൈസിംഗ് ദ പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. എന്ത് ചെയ്യുക പേഷ്യൻസിന്റെ റൈറ്റ്സ് അവരെ ഉത്തരവാദിത്തങ്ങള് റൈറ്റ്സ് അവരെ റെസ്പോൺസിബിലിറ്റീസ് അതൊക്കെ എന്താണ് അനലൈസ് ചെയ്യുകയും ചെയ്യുക, മോണിറ്റർ ചെയ്യുകയും ചെയ്യുക, നിരീക്ഷിക്കുകയും കൂടി ചെയ്യുക. അവര് നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ വന്ന് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്താണ് ഓരോരുത്തർക്കും ഉണ്ടാവില്ല ഓരോ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന് സ്റ്റാഫുകൾക്ക് മാത്രമാണോ നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ളത് ഉത്തരവാദിത്വം ഉള്ളത്? പോകുന്ന നമുക്കുണ്ട് അവരുമായി നല്ല രീതിയിൽ പെരുമാറുക അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി അവരുടെ റൈറ്റും അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യുകയും ചെയ്യുക, മോണിറ്ററൈസ് ചെയ്യുകയും കൂടി ചെയ്യുക. ഒന്നുകൂടി പറയാം. Patient relation officer job duties: ensuring that patients are comfortable during their visit by greeting them warmly. എന്താണ് പേഷ്യന്റ് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് വിസിറ്റിംഗ് ടൈം അവര് നല്ല രീതിയിലുള്ള ഒരു ഗ്രീറ്റിംഗ് വാർംലി ഗ്രീറ്റിംഗ് ഒരു വെൽക്കം സ്വീകരണം ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എന്താണ് ചിലപ്പോ ഒരു പേഷ്യന്റ് വന്നങ്ങാണ്ട് റിസപ്ഷനിൽ ചോദിക്കുമ്പോ പറയണ ആ ഫിസിഷ്യൻ അല്ലെങ്കിൽ ആ ഡോക്ടറിനെ ചിലപ്പോ ആ ഡോക്ടർ ഉണ്ടാവും എന്നാലും പറയണ ഇന്ന് അവിടെ ഇല്ല. പിന്നെന്താണ് ഈ പേഷ്യന്റ് ഇവർ വന്നിരിക്കുന്ന ആളുകള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും നല്ല രീതിയിൽ മറുപടി ഒന്നും കൊടുക്കാണ്ട്
അവർക്ക് നല്ല രീതിയിലുള്ള ഇൻഫോർമേഷൻ ഒന്നും കൊടുക്കാതിരിക്കുക. അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ അവരെ വെൽക്കം ചെയ്യുക. മേക്കിംഗ് ഷുവർ ദാറ്റ് പേഷ്യന്റ് ആർ അവെയർ of any changes in their treatment plans or medical condition and informing them of any imminent appointments. എന്താണ് പേഷ്യന്റിനെ അവരുടെ ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് അതല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ കണ്ടീഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അതിനെ കുറിച്ചുള്ള അറിവ് കൊടുക്കുക. അതല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും റെഫറൽ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് ഡോക്ടേഴ്സിനെ കാണണം, അതല്ലെങ്കിൽ വേറെ ടെസ്റ്റുകൾ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് അവർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുക. ഇനി എന്താണ് വേറെ റെഫറൽ ആയിട്ടൊന്നെങ്കിൽ നിങ്ങൾ കൊച്ചിനെ പീഡിയാട്രിഷ്യനെ കാണിക്കണം, അതല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ന്യൂറോനെ കാണാം, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് വേറെ ഏതെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് വേണമെങ്കിൽ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷന് ഈ പേഷ്യൻസിന് കൊടുക്കുക. അറേഞ്ചിങ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ടു ഫ്രം അപ്പോയിന്റ്മെന്റ്സ് ആസ് നീഡഡ്. എന്താണ് അവർക്ക് എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷന് വേറെ ഏതെങ്കിലും കൂടിക്കാഴ്ചകൾക്ക് വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പ്രൊവൈഡിങ് ഇമോഷണൽ ബാക്കപ്പ് ടു പേഷ്യന്റ് ഇൻക്ലൂഡിങ് ആൻസറിങ് പേഷ്യന്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഓഫറിങ് റീഅഷുറൻസ്. എന്താണ് പേഷ്യൻസിന് അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അവർക്ക് എന്തെങ്കിലും അവരെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ചോ അതല്ലെങ്കിൽ അവർക്ക് അവരുടെ ടെസ്റ്റുകളെ കുറിച്ചോ അതല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കുറിച്ചോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. Coordinating with the physician and other healthcare professionals to make sure that all needs are met during patient's visit. എന്താണ് പേഷ്യന്റ് ഡോക്ടർ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ വിസിറ്റ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ പ്രൊഫഷൻസിന് വിസിറ്റ് ചെയ്യുമ്പോൾ ഈ രോഗിയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് പെരുമാറുന്നുണ്ടോ എന്ന് അവർക്കുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Maintaining exact record of patient meeting with the physician, nurses and other staff members. എന്താണ് പേഷ്യന്റ് ഡോക്ടർ കാണുന്ന സമയത്തുള്ള റെക്കോർഡ്സ്, ഫിസിഷ്യനെ കാണുമ്പോഴുള്ളത്, നഴ്സിനെ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്ഷൻ ലാബിലോ സ്കാനിങ് സെക്ഷനിലോ അങ്ങനെയുള്ള ഏതെങ്കിലും സെക്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ രോഗിയുടെ കൃത്യമായ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതെന്താണ് ഇവര് സൂക്ഷിക്കുക കൂടി ചെയ്യുക. അതെല്ലാം കളക്ട് ചെയ്ത് ഒന്നിച്ച് സൂക്ഷിക്കുക. സെറ്റിംഗ് പേഷ്യന്റ് കംപ്ലൈന്റ്സ് കൺസേൺ ആൻഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ട്രീറ്റ്മെന്റ് പ്ലാൻസ് ഡയഗ്നോസിസ്. എന്താണ് അവരുടെ രോഗനിർണയം വരുന്ന പേഷ്യന്റിന്റെ രോഗനിർണയം നടത്തുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സുകളോ അതല്ലെങ്കിൽ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശങ്കകളോ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെ ചിലപ്പോ നമുക്ക് എന്തെങ്കിലും അറിയാനുണ്ടാവും നമ്മുടെ രോഗത്തെ കുറിച്ചൊക്കെ ഉള്ള അങ്ങനെയുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവർക്കത് പറഞ്ഞു കൊടുക്കുക. Making patients aware of health services and facilities available for patients at the hospitals. എന്താണ് പേഷ്യൻസിന് എന്ത് ഹെൽത്ത് സർവീസസ് ആ ഹോസ്പിറ്റലിലെ ലഭ്യമായ ഹെൽത്ത് സർവീസുകൾ ആ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ട്, എന്തൊക്കെ രീതിയിലുള്ള എക്യുപ്മെന്റ്സും ടെസ്റ്റുകളും അവിടെ ലഭ്യമാണ് എന്നതിനെ കുറിച്ചുള്ള ആ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസും ഹെൽത്ത് സർവീസുകളെ കുറിച്ചൊക്കെ ആ പേഷ്യൻസിനെ പറഞ്ഞു കൊടുക്കുക. Investigate and convey complaints or problems to appropriate head department of the hospital. എന്താണ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സോ ഇവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട HOD ഹെഡിനെ അറിയിക്കുക. അസിസ്റ്റ് ഇൻ സെറ്റിംഗ് കോൺഫ്ലിക്ട്സ് ആൻഡ് ആക്ട് ആസ് ആൻ ഇന്റർമീഡിയറി ബിറ്റ്വീൻ പേഷ്യന്റ് ഫാമിലീസ് ആൻഡ് സ്റ്റാഫ്. എന്താണ് പേഷ്യന്റും സ്റ്റാഫും ഫാമിലീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഇടയിൽ ഒരു മീഡിയേറ്ററായി ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ച് അവരുടെ ഇടയിലുള്ള തർക്കങ്ങള് അവർക്കുള്ള ബുദ്ധിമുട്ടുകള് മാറ്റിക്കൊടുക്കുക. നെക്സ്റ്റ് collect data and information about patient's feedback and make a recommendation appropriately. എന്താണ്
ഇപ്പൊ പേഷ്യന്റിനോട് അവിടെ വന്നിട്ട് ആ ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടെ നിന്ന് ലഭിച്ച ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, അവിടുത്തെ പ്രൊസീജിയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഫീഡ്ബാക്ക് ചോദിച്ചറിഞ്ഞിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ, എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഒക്കെ വരുത്തണമെങ്കിൽ അതിനുള്ള ശുപാർശകളൊക്കെ കൊടുക്കുക. നെക്സ്റ്റ്, explaining policies, procedures or services to unknown patients by using medical administrative knowledge. എന്താണ് ഈ റിലേഷൻ, പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് നോളജ് വെച്ചെങ്ങാനിട്ട്, മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് അറിവ് വെച്ചെങ്ങാനിട്ട് ഈ അറിയാത്ത വരുന്ന പേഷ്യൻസിൽ ഈ ഹോസ്പിറ്റലിലെ പോളിസി പദ്ധതികളെ കുറിച്ചോ അവിടുത്തെ നടപടിക്രമങ്ങളെ കുറിച്ചോ അതല്ലെങ്കിൽ അവിടെ എന്തെല്ലാം കാര്യത്തിലുള്ള സർവീസസ്, ഫെസിലിറ്റീസ് ഒക്കെ ലഭ്യമാണ് എന്നതിനെ കുറിച്ച് എന്താണ് ഈ അറിയാത്ത പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുക. മോണിറ്ററിംഗ് ആൻഡ് അനലൈസിംഗ് ദ പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, പേഷ്യൻസ് അവരുടെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? അത് ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല? ഓക്കെ. ക്വസ്റ്റ്യൻ എഴുതണ്ടേ നമുക്ക് ഇതിന്റെ എക്സ്ട്രാ? ക്വസ്റ്റ്യൻ എഴുതാന്നാ? ഓക്കെ, ഒന്ന് 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആദ്യം മുതൽ ഹോസ്പിറ്റൽ വാർഡ് ഒന്ന് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ എഴുതാ? ബുക്കൊക്കെ എടുത്തോ? ഡൗട്ട്സ് ഉണ്ടോ? വല്ല ഡൗട്ട്സ് ഉണ്ടോ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സംശയങ്ങളുണ്ടോ? ഇല്ല? ഡൗട്ട്സ് ഒന്നും ഇല്ലായിരിക്കും. ക്ലിയർ ആയി ചാപ്റ്റർ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. പറയട്ടെ? MRD, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. MRD, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡുകൾ വരുന്ന പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ പറഞ്ഞു തുടങ്ങട്ടെ? ബുക്കൊക്കെ എടുത്തോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആനുവൽ മോക്ക് ടെസ്റ്റില് ഓക്കെ, അത് അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതായിരിക്കും കേട്ടോ, ടെക്നിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കും ടൈപ്പ് ചെയ്തത്, അങ്ങനെ എന്തെങ്കിലും. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ, ടെക്നിക്കൽ എറർ ആയിരിക്കും ഉള്ളത്.
ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫർസാന ക്ലിയർ ആയത്? അതെന്തെങ്കിലും ടെക്നിക്കൽ എറർ ആയിരിക്കും. Which is not, first question, which is not included, which is not included constituents of word space. Which is not included constituents of word space. Option A, patient space. Option A, patient space. Option A, patient space. Option B, corridors. Option B, corridors. Okay, Shemi, okay. Corridors, clinical area, patient space, corridors, clinical area. Option D, nursing space. Option D, nursing space. Option C, clinical. Okay. Answer, clinical area. Okay. Second question. Second question. Choose the odd one out. 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 Option A, day room. Option A, day room. Option A, day room. Option B, patient area. Option A, day room. Option B, patient area. Option C, nursing area. Option C, nursing area. Option D, nursing counter. ഏതാണ് odd one? Option A, day room. Option B, patient area. Okay, answer option A. Day room ആണ് അല്ലേ? Okay. Next question. Dash is a room. Dash is a room. Dash is a room in a hospital. In a hospital. In a hospital where beds are arranged for many people. Ward. Okay. Question complete ആയി എല്ലാവരെയും. Dash is a room in a hospital. Dash is a room in a hospital where beds are arranged for many people. Option ഒന്നും വേണ്ട അല്ലേ? ആൻസർ പറയാൻ പറ്റില്ല നമുക്ക്. Ward. Next question പറയട്ടെ. Fourth question പറയട്ടെ.
Okay. Fourth question, pantry, day room, pantry, day room, trolley bag, pantry, day room, trolley bag. Identify the components. ഏതിന്റെ കമ്പോണൻസ് ആണ്? പാൻട്രി, ആൻസിലറി. ഓക്സിലറി അല്ല, ആൻസിലറി. Auxiliary, AUXILLIARY, ഓക്സിലറി എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് ആയിട്ടുള്ള, സഹായകമായിട്ടുള്ളത്. ആൻസിലറി എന്ന് പറഞ്ഞാൽ അനുബന്ധ. പാൻട്രി, കലവറ. പിന്നെ ഡേ റൂം, ഈ പേഷ്യൻസിന് വന്ന് ഇരിക്കാനുള്ള, അവര് റിലാക്സേഷനൊക്കെ വേണ്ടി വന്നിരിക്കാനുള്ള ഡേ റൂം. പിന്നെ ട്രോളി ബാഗ്, ആൻസിലറി ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ഓങ്കോളജി ഈസ് ദി സ്റ്റഡി ഓഫ് ഡാഷ്. Oncology is the study of dash. Oncology is the study of dash. Cancer. Okay. കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. ഫോർത്ത് ക്വസ്റ്റ്യനാ. ഫോർത്ത് ക്വസ്റ്റ്യൻ, പാൻട്രി, ഡേ റൂം, ട്രോളി ബാഗ്. ഐഡന്റിഫൈ ദ കമ്പോണൻസ്. എന്തിന്റെ കമ്പോണൻസ് ആണ്? പാൻട്രി, ഡേ റൂം, ട്രോളി ബാഗ്. Next question, sixth question, a professional who is specialized, a professional who is specialized in helping, people who are recovering from disease or disability. A professional who is specialized in helping people who are recovering from disease or disability. Option A, public relation officer. Option A, public relation officer. Option A, public relation officer. Option B, patient care executive. Option B, patient care executive. Option C. Okay. A professional who is specialized in helping
specialized in helping people who are recovering from disease or disability. Okay, option B ആണല്ലേ patient care executive ആണല്ലേ ഹെൽപ്പ് ചെയ്യുന്നത്. patient care answer patient care executive. Okay. 7th question പറയാലോ. Okay. Which of the following does not come under the duties which of the following does not come under the duties related to hospital information system. Under the duties related to hospital information system. ഓപ്ഷൻ പറയട്ടെ, ഓപ്ഷൻ പറഞ്ഞോട്ടെ. ഓക്കെ, ഓപ്ഷൻ എ ന്യൂ അഡ്മിഷൻ received in the system. New admission received in the system. New admission received in the system. New admission received in the system. Option B discharge are completed. Discharge are completed. Discharge are completed. On time in the system. Discharge are completed on time in the system. On time in the system. Option C issue related bed management. Issue related bed management. Option D check noise level. Option D check noise level. Option D check noise level. എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഡ്യൂട്ടി അല്ലാത്തതാണ് നമ്മൾ എടുത്ത് ചോദിച്ചത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി. സെവൻത് ക്വസ്റ്റ്യൻ അല്ലേ. Which of the following does not come under the duties related to hospital information system. Hospital
information system. Option A, new admission received in the system. New admission received in the system. Option B, discharge are completed on time in the system. Discharge are completed on time in the system. Option C, issue related bed management. Option C, issue related bed management. Option D, check noise level. Answer എന്താണ്? D ലെ check noise level. Noise level ചെക്ക് ചെയ്യുക. അത് ആരുടെ ഡ്യൂട്ടിയാണ്? അത് എവിടത്തെയാണ്? ഹോസ്പിറ്റൽ വാർഡിലാണ് അല്ലെ? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ വാർഡിലെ ഡ്യൂട്ടിയാണ്. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി, ഡിസ്ചാർജ് ആർ completed on time in the system. Discharge are completed on time in the system. Okay. 8th question പറയാലോ. Okay. Who is worked as an intermediator who is worked as an intermediator in between the healthcare providers. Intermediator in between the healthcare providers and the patient. Patients. Okay, PRO, Public Relation Officer. അല്ലേ? ഇപ്പൊ തന്നെ നമ്മ പറഞ്ഞ സെക്ഷൻ ആണല്ലേ? Next question പറയാലോ. Which of the following does not include in duties of a which of the following does not include in duties of a patient care executive.
patient care executives. First, option A, ensure proper discipline. Ensure proper discipline. Ensure proper discipline. Option B, monitor. Option B, monitor. Option B, monitor emergency call. Monitor emergency call. Evacuate facilities when required. Monitor emergency call. Evacuate facilities when required. Evacuate facilities when required. Option C, ensure patient care. Option C, ensure patient care. Option C, ensure patient care. Option D, coordinating ward unit performance. Option D, coordinating ward unit performance. എന്താണ് patient care executives-ന്റെ ഡ്യൂട്ടിയിൽ പെടാത്തത്? ഓക്കെ, ഓപ്ഷൻ ബി ആണല്ലേ. മോണിറ്റർ എമർജൻസി കോൾ, ഇവാക്യുവേറ്റ് ഫെസിലിറ്റീസ് വെൻ റിക്വയർഡ്. ഓക്കെ. ഓപ്ഷൻ സി, എൻഷുർ പേഷ്യന്റ് കെയർ. എൻഷുർ patient care. Option C, ensure patient care. Answer option B ആണ്. 10th question. Who is maintaining exact records? Who is maintaining exact records? Who is maintaining exact records of patient meetings? Who is maintaining exact records of patient meetings with the physicians, nurses and other staff members. Okay. PRO. Patient relation officer. ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചില്ലേ patient relation officerന്റെ job duties അല്ലേ? Okay. Questions എല്ലാവർക്കും കിട്ടിയോ? 10 question. Okay.
Option. Third question. Third question. Dash is a room. Third question. Dash is a room. Dash is a room in a hospital. Dash is a room in a hospital where birds are. Where birds are. Where birds are arranged. Where birds are arranged for many people. For many people. For many people. കിട്ടിയ hospital ward. Ninth question. Option B, monitor. Option B, monitor. Emergency call. Monitor emergency call. Evacuate. Evacuate. Facilities when required. Evacuate facilities when required. Option okay. 10th question. Who is maintaining? Who is maintaining? Who is maintaining exact records? Who is maintaining? Who is maintaining exact records? Exact records of patients, of patient meetings, of patient meetings, of patient meetings with physicians, with the physicians, with the physicians, with the physicians, nurses, with the physicians, nurses, and other staff members, and other staff members. ആരാണ്? നമ്മിപ്പോ തന്നെ പറഞ്ഞോളൂ അല്ലെ, BRO. ഓക്കെ, കിട്ടിയില്ലേ? 10 ക്വസ്റ്റ്യൻ എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? ഓക്കെ. പിന്നെ നമ്മുടെ എന്താണ്, ഹോസ്പിറ്റൽ വാർഡ് കഴിഞ്ഞു. നമ്മൾ എന്താണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന സെക്ഷൻ എന്താണ്? ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ. ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഔട്ട് പേഷ്യന്റ് കഴിഞ്ഞു അല്ലെ. ഔട്ട് പേഷ്യന്റ് കഴിഞ്ഞു, ഇൻ പേഷ്യന്റ് ആണ് നെക്സ്റ്റ് സെക്ഷൻ, നെക്സ്റ്റ് ചാപ്റ്റർ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും ഇൻ പേഷ്യന്റ് പ്രിന്റ് എടുത്തിട്ട് ഉണ്ടായിരിക്കണം. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഔട്ട് പേഷ്യന്റ് നമ്മൾ പഠിച്ചില്ലേ, അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ ഇൻപേഷ്യന്റ്. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ. ചാപ്റ്റർ നമ്പർ 9. ചാപ്റ്റർ നമ്പർ 9.
അപ്പൊ ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ അല്ലെ, അവര് ജസ്റ്റ് അവരുടെ ഈ പേഷ്യന്റിന്റെ അസുഖത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് കൺസൾട്ട് ചെയ്യുക, മരുന്നുകൾ വാങ്ങുക, അതിനു വേണ്ടി വരുന്ന പേഷ്യൻസിനെയാണ് നമ്മ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞത്. ഇനി ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം എന്താണ് അവിടെ അഡ്മിറ്റ് ആയവര്. ഓക്കെ, എന്താണ് അഡ്മിറ്റ് ആയ രോഗികളാണ് ഇൻപേഷ്യന്റ്. ഇൻപേഷ്യന്റ് എന്താണ് ഹോസ്പിറ്റലിലെ ഇൻപേഷ്യന്റ്, ഹോസ്പിറ്റലിലെ ഉള്ളിലുള്ള പേഷ്യൻസ്, അതാരാണ് അഡ്മിറ്റ് ആയിരിക്കുന്ന രോഗികൾ. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് അതിന്റെ ഒരു ഇതൊന്ന് പറഞ്ഞു പോവാം. ജസ്റ്റ് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, IPD, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. Mention the areas of the hospital where patients are accommodated after being admitted based on doctors or specialist assessment from the outpatient department. Emergency services and ambulatory cares എന്താണ് ambulatory cares അതല്ലെങ്കിൽ emergency service അതല്ലെങ്കിൽ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന രോഗികള് ഡോക്ടർ ഫിസിഷ്യനെ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന് ചാപ്റ്റർ നമ്പർ 9 കണ്ടതിന് ശേഷം അവരെ അഡ്മിറ്റ് ആയിരിക്കുന്ന, അവിടെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ താമസിപ്പിച്ചിരിക്കുന്ന ആളുകളെയാണ് ഇൻപേഷ്യന്റ്, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. എന്താണ് ഇവർക്ക് അഡ്മിറ്റ് എന്താണ് 24 മണിക്കൂറിൽ കൂടുതൽ, ഒരു ദിവസത്തിൽ കൂടുതൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ആളുകളാണ് അല്ലെ. പിന്നെ IPD of the hospital is generally required equipped with birds, medical equipment and 24/7 availability of doctors and nurses. എന്താണ് ഒരു ദിവസത്തില് 24 മണിക്കൂറും അവർക്ക് എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും പിന്നെ എന്താണ് ബെഡ്സ് ഉണ്ടായിരിക്കും, കൂടാതെ മെഡിക്കൽ എക്യുപ്മെന്റ്സ്, കൂടാതെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറും ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെ എന്താണ് സേവനം ഇൻഡോർ പേഷ്യന്റിന് ലഭ്യമായിരിക്കും. The duration of stay will rely on severity of the patient illness. എന്താണ് ആ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അവിടെ എത്ര ദിവസം അവർ സ്റ്റേ ചെയ്യണം, അഡ്മിറ്റ് ആക്കണം എന്നത് എന്താണ് ആ രോഗിയുടെ ഇൽനെസിന്റെ അസുഖത്തിന്റെ കാഠിന്യം, അവർക്ക് എത്രത്തോളം അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, എത്രത്തോളം കാഠിന്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സില് ഫുള്ള് ആ ചാപ്റ്റർ എടുക്കാം. അപ്പൊ എന്താണ് 9th ചാപ്റ്റർ എല്ലാവരും പ്രിന്റ് എടുത്ത് കയ്യിലുണ്ടായിരിക്കണം കേട്ടാ. ഓക്കെ ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, Miss.